തതോംബികാം പരം രൂപം വിഭ്രാണാം സുമനോഹരം ദദർശ ചണ്ഡോ മുണ്ഡശ്ചാം ഭൃത്യൗ ശുംഭനിശുംഭയോ. തതോ അംബികാം പരം രൂപം വിഭ്രാണാം സുമനോഹരം ദദർശ ചണ്ഡോ മുണ്ഡശ്ച ഭൃത്യോ ശുംഭനിശുംഭയോ. തഥാ പിന്നെയും ശുംഭനിശുംഭയോ ശുംഭൻ്റെയും നിശുംഭൻ്റെയും ഭൃത്യോ രണ്ടു ഭൃത്യന്മാരായ ചണ്ഡമുണ്ടച്ച ചണ്ഡനും മുണ്ഡനും പരം സുമനോഹരം സർവാതിശായിയും അതിമനോഹരവുമായ രൂപം വിഭ്രാണം രൂപത്തെ ധരിച്ചവളായ അംബികാം ദദർശ അംബികയെ ദർശിച്ചു. ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ശുംഭനിശുംഭന്മാരുടെ ഭൃത്യന്മാരായ ചണ്ഡനും മുണ്ഡനും സർവാതിശായിയായ സൗന്ദര്യത്തോടു കൂടിയ രൂപം ധരിച്ചിട്ടുള്ള അംബികാദേവിയെ കണ്ടു. യദൃച്ഛയാ പര്യടന്തോ മേദിനിം കാമരൂപിണൗ തൗ ദൃഷ്ട്വാ തത്ര ചാർവംഗിം വിസ്മയാവിഷ്ടചേതസൗ ജഗ്മധുസ്വപുരം രാജൻ ശുംഭദർശനലാലസൗ. യദൃച്ഛയാ പര്യടന്തോ മേദിനിം കാമരൂപിണൗ തൗ ദൃഷ്ട്വാ തത്ര ചാർവാംഗിം വിസ്മയാവിഷ്ട ചേതസൗ ജഗ്മധു സ്വപുരം രാജൻ ശുംഭദർശനലാലസോ. മേദിനിം പര്യടന്തോ കാമരൂപിണൗ തൗ മേദിനി അല്ലെങ്കിൽ ഭൂമിയെ പര്യടനം ചെയ്യുന്ന കാമരൂപികളായ അവർ ഇരുവരും യദൃച്ഛയ യാദൃച്ഛികമായി തത്ര അവിടെ ചാർവംഗ്യം ദൃഷ്ട ചാരുരൂപിണിയായ ദേവിയെ കണ്ടിട്ട് വിസ്മയാവിഷ്ട ചേതസോ വിസ്മയത്താൽ ആവേശിക്കപ്പെട്ട ചേതസ്സോട് കൂടിയവരായിട്ട് അല്ലെങ്കിൽ വിസ്മയപരവശരായിട്ട് ശുംഭദർശന ലാലസോ ശുംഭനെ കാണാനുള്ള അത്യാവേശത്തോടെ സ്വപുരം ജഗ്മധു തങ്ങളുടെ പുരത്തിലേക്ക് പോയി. കാമരൂപികളായ ചണ്ഡനും മുണ്ഡനും ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കവേ യാദൃച്ഛികമായി അതിസുന്ദരിയായ ദേവിയെ കണ്ടു. ദേവിയുടെ സൗന്ദര്യം അവരെ വിസ്മയപരവശരാക്കി. ശുംഭനെ കാണാനുള്ള ആവേശത്തോടെ അവർ തങ്ങളുടെ നഗരത്തിലേക്ക് പോയി. താഭ്യാം ശുംഭായ ചാഖ്യാതാം സാദീവാസു മനോഹരാം കാപ്യാസ്തേ സ്ത്രീ മഹാരാജാം ഭാസയന്തി ഹിമാചലം. താഭ്യാം ശുംഭായ ചാഖ്യാത സാദീവ സുമനോഹര കാപ്യാസ്തേ സ്ത്രീ മഹാരാജ ഭാസയന്തി ഹിമാചലം. മഹാരാജ അല്ലയോ സുരത മഹാരാജാവേ സാ ആ ദേവി താഭ്യാം അവർ രണ്ടുപേരാൽ അല്ലെങ്കിൽ ചണ്ഡമുണ്ഡന്മാരാൽ ശുംഭായ ശുംഭനോട് ആഖ്യാതാച്ച പറയപ്പെടുകയും ചെയ്തു. ഹിമാലയം ഭാസയന്തി ഹിമാലയത്തെ ശോഭിപ്പിക്കുന്നവളായി അതീവ സുമനോഹര അതീവ സുമനോഹരിയായി കാബി സ്ത്രീ ഏതൊരു സ്ത്രീ ആസ്തേ വസിക്കുന്നു. മഹാരാജാവെ ഹിമവാനെ ശോഭിപ്പിക്കുന്ന വിധം സുമനോഹരയായ ഒരു സ്ത്രീ വസിക്കുന്നു എന്ന് അവർ ദേവിയെപ്പറ്റി ശുംഭാസുരനോട് പറഞ്ഞു. കറുത്ത രൂപമാണ് ദേവിക്ക് ചണ്ഡമുണ്ഡന്മാർ ദർശിക്കുമ്പോൾ ഉള്ളത്. ദേവിയുടെ ശ്യാമപ്രകാശം ഹിമാലയത്തിൻ്റെ വെട്ടിത്തിളങ്ങുന്ന ശ്വേതപ്രഭയെ കൂടുതൽ മനോഹരമാക്കി തീർക്കുന്നു. ചണ്ഡനും മുണ്ഡനും മഹിഷാസുരന്റെ മന്ത്രിമാരായിരുന്നുവെന്നും മഹിഷാസുരമർദ്ദനം നേരിൽ കണ്ട അവർ ഭയന്ന് പാതാളത്തിൽ ഒളിച്ചു കഴിയുകയായിരുന്നു എന്നും ശുംഭനിശുംഭന്മാർ പ്രതാപശാലികളായപ്പോൾ അവരോട് ചേർന്നാണെന്നും പുരാണങ്ങളിൽ പ്രസ്താവമുണ്ട്.